വാണിജ്യ ഗ്യാസ് സിലിണ്ടറിന്റെ വില വർദ്ധിപ്പിച്ചു. 19 കിലോ ഗ്യാസ് സിലിണ്ടറിന് 39 രൂപയാണ് കൂട്ടിയത്. നോബൽ മാരിക്കാരനുണ്ട് വിശദാംശങ്ങളുമായി. നോബൽ, ഇപ്പോൾ ഈ ഗ്യാസ് സിലിണ്ടർ വില വീണ്ടും വർദ്ധിപ്പിച്ചിരിക്കുന്നു. ഇങ്ങനെയെങ്കിൽ സാധാരണക്കാരൻ ഏത് രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ ഈ വാണിജ്യ ഗ്യാസ് സിലിണ്ടറിന്റെ വില 19 കിലോ ഗ്യാസ് സിലിണ്ടറിന് 39 രൂപ കൂട്ടിയെന്നാണ് അറിയുന്നത്. വിശദാംശങ്ങൾ എന്തൊക്കെയാണ് നോബൽ? എണ്ണ കമ്പനികളാണ് ഇന്നിപ്പോൾ വാണിജ്യ ഗ്യാസ് സിലിണ്ടറിന് വില വർദ്ധിപ്പിച്ചിരിക്കുന്നത്. 19 കിലോ സിലിണ്ടറിനാണ് ഇപ്പോൾ 39 രൂപ വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ദില്ലിയിലെ വില എന്ന് പറയുന്നത് 1691 രൂപ 50 പൈസയാണ്. കൊച്ചിയിൽ ഈ വിലയിൽ മാറ്റമുണ്ടാകും. എന്താണെങ്കിലും വാണിജ്യ സിലിണ്ടറിന് വില വർദ്ധിപ്പിക്കുന്നത് സ്വാഭാവികമായും ഹോട്ടൽ ബിസിനസ്സിനെയാണ് പ്രതികൂലമായി എക്കാലത്തും ബാധിക്കാറുള്ളത്. ചായ അടക്കമുള്ള മറ്റ് ഭക്ഷണ സാധനങ്ങൾക്ക് വില വർദ്ധിക്കാനുള്ള സാധ്യത ഈ ഘട്ടത്തിൽ തള്ളിക്കളയാൻ കഴിയില്ല. നേരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിലൊക്കെ പലതവണയായി വില കുറച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ വീണ്ടും വില കൂട്ടുന്നൊരു കാഴ്ചയാണ് എന്താണെങ്കിലും കാണാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇത് സ്വാഭാവികമായും വലിയ തരത്തിൽ ഈ ഭക്ഷണ സാധനങ്ങൾക്ക് വില വർദ്ധിപ്പിക്കാൻ സാധ്യതയാണ് ഏറ്റവും അധികമുള്ളത്. പ്രതിസന്ധിയിലാക്കുക ഈ തരത്തിൽ ഹോട്ടൽ ബിസിനസ് ചെയ്യുന്ന ആളുകളെ ആളക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതേസമയം ഗാർഹിക സിലിണ്ടറിന് എന്താണെങ്കിലും വിലയിൽ മാറ്റമില്ല. ഇന്നു മുതൽ ഈ വില പ്രാബല്യത്തിൽ വരികയും ചെയ്യും. ഹരിയാന, ജമ്മു കാശ്മീർ അടക്കമുള്ള സംസ്ഥാനങ്ങളിലേക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ ഇരിക്കുമ്പോഴാണ് ഇത്തരത്തിലൊരു വില വർധന ഉണ്ടായിരിക്കുന്നത് എന്നും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതൊക്കെ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കാനുള്ള സാധ്യത നമുക്ക് ഈ ഘട്ടത്തിൽ തള്ളിക്കളയാൻ കഴിയില്ല. എന്താണെങ്കിലും ഗാർഹിക സിലിണ്ടറിന് വില വർദ്ധിച്ചിട്ടില്ല എന്നത് ആശ്വാസകരമായ ഒരു കാര്യമാണ്. അതേസമയം ഇത്തരത്തിൽ വാണിജ്യ സിലിണ്ടർ വില വർദ്ധിപ്പിച്ചിരിക്കുന്നത് വലിയ തരത്തിൽ ഹോട്ടൽ റെസ്റ്റോറൻറ്റ് ബിസിനസ്സിനെ പ്രതികൂലമായി ബാധിക്കും എന്ന കാര്യത്തിലും സംശയമില്ല. ശരി, നോബൽ മാരിക്കാരനാണ് വിശദാംശങ്ങൾ നൽകിയത്.